പരിശുദ്ധമായ നോമ്പിൻ്റെ പകുതി കാലഘട്ടം കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ച ആചരണത്തിലേക്ക് പ്രവേശിപ്പാനും കുരിശാരോഹണ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും തക്കവണ്ണം ഒരുങ്ങുന്നതായ ഒരു സമൂഹമാണ് സഭ. ആ ഒരു കാലഘട്ടത്തിൽ നാം നീങ്ങുമ്പോൾ നമ്മളുടെ ചിന്തകളെ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സഭയുടെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഗോകുൽത്തായിൽ ശ്രീഭ നാട്ടി നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം സഭയുടെ ആചരണത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കൂനിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയതായ സംഭവമാണ്, അത്ഭുതമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിലായിട്ടാണ് ഈ അടയാളം അല്ലെങ്കിൽ ഈ അത്ഭുതം നമുക്ക് വായിച്ച് ഗ്രഹിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. ഈ സംഭവം നടക്കുന്നത് സിനഗോഗിൽ വെച്ചാണ്. സിനഗോഗ് ആരാധനയ്ക്കായി ധാരാളം ആളുകൾ ചേർന്ന് വന്നിരിക്കുകയാണ്. അവിടെ യേശുതമ്പുരാൻ്റെ സാന്നിധ്യവുമുണ്ട്. സിനഗോഗിൽ സാധാരണ ചെയ്യുന്നത് പോലെ വചന പ്രഘോഷണത്തിനായിട്ട് കർത്താവ് അവിടെ സന്നിഹിതനാകുമ്പോൾ അവൻ തൻ്റെ ദൃഷ്ടിയെ ജനത്തിൽ കണ്ണോടിച്ചിട്ട് അതിലൊരു വ്യക്തിയെ കണ്ടെത്തുകയും അവളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അറിഞ്ഞിട്ട് അതിന് മോചനം നൽകുവാൻ തക്കവണ്ണം തൻ്റെ കൃപ അവളിലേക്ക് ഒഴുകുകയും ചെയ്തതായ സംഭവമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. കർത്താവ് വീണ്ടെടുക്കുവാനായിട്ടാണ്, അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരനായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. 12-ാമത്തെ വാക്യം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ വിമുക്തയായിരിക്കുന്നു. രോഗത്തിൽ നിന്ന് വിമുക്ത നൽകിക്കൊണ്ട് അവളെ വീണ്ടെടുക്കുന്നതായ കർത്താവിൻ്റെ പ്രവർത്തനം. നിന്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. അത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്വാനമാണ്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ബോണ്ടേജ്, ശാരീരികവും ആത്മീയവുമായ ബന്ധനാവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നതായ, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായ ഒരു പ്രവർത്തനമാണ് ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ കൂന് അവളുടെ ജീവിതത്തിലൊരു ബന്ധനമാണ്. താഴോട്ട് വായിക്കുമ്പോഴറിയാം, ഒരു അശുദ്ധാത്മാവിനാൽ ബന്ധിതയായിരുന്ന, ദുരാത്മാവിനാൽ ബന്ധിതയായിരുന്നവൾ, ആ ബന്ധനം അവളുടെ ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ ആത്മാവിനെയും ഒരേപോലെ ബാധിച്ചിരുന്നു. ആത്മാവിനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ, ഉയരങ്ങളിലേക്ക് കണ്ണോടിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്ത രീതിയിൽ അത് ശരീരം കൂനായിരിക്കുന്നതായ അനുഭവം. ഈ 2 ബന്ധനങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുന്നതായ പ്രവർത്തനമാണ് ഈ അത്ഭുതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ നേരെ നിൽക്കുന്നു, നമ്മൾ ദൈവത്തെ നോക്കി ആരാധിക്കുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഭൗതികമായ രീതിയിൽ, ബാഹ്യമായ രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും
അന്തരാത്മാവിൻ്റെ അകത്തളങ്ങളിലേക്ക് നാം ഒന്ന് കയറി ചെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ജീവിതത്തിലുള്ള കൂന് എന്താണ് ദൈവത്തെങ്കിലേക്ക് നിവർന്നു നിന്ന് നോക്കുവാൻ, എൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പകർന്ന് ദൈവത്തെ വസ്തുനിഷ്ഠമായി ഒന്ന് ആരാധിക്കുവാൻ വിഘാതമായി നിൽക്കുന്ന ബന്ധനമെന്ത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന്. അപ്പം അത് ഒരു പ്രതീകമായി ഈ കൂനിയായ സ്ത്രീയുടെ ജീവിതാനുഭവത്തിൽ കൂടെ ക്രിസ്തു നമുക്ക് കാട്ടിത്തരികയാണ്. ആ ബന്ധനത്തിൽ നിന്ന് മോചനമാകണം. രണ്ടാമത്, അവൾ ഈ ബന്ധനത്തിലായിരുന്നുവെങ്കിലും അവളുടെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ അവളുടെ മൂല്യത്തെ ദൈവം തിരിച്ചറിയുന്നതായ അനുഭവം. അവളെ സംബോധന ചെയ്യുന്നത് അബ്രഹാമിൻ്റെ പുത്രി എന്നത്രേ. കർത്താവിൻ്റെ ഈ വിമോചന ശുശ്രൂഷ ദർശിച്ച സംഘാലയ പ്രമാണി കോപിതനായിട്ട് അവിടെ കൂടിയിരുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് 6 ദിവസം ഈ സൗഖ്യം പ്രാപിക്കുവാനായി ഈ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുവാനായിട്ട് സമയം ഉണ്ട്, എന്നാൽ ശാബത്തിൽ അത് അരുത്. അപ്പം ഈ അത്ഭുതം നടന്നത് ശാബത്ത് നാളിലാണ് എന്ന് വെളിവാക്കുന്നു. ശാബത്തിൽ അരുത് എന്ന് പറയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, 18 സംവത്സരമായി ബന്ധിതയായിരുന്ന അബ്രഹാമിൻ്റെ പുത്രിയായിരിക്കുന്ന ഇവളെ മോചിപ്പിക്കുന്നത് ഉചിതമല്ലേ? അപ്പോൾ അവളുടെ റൂട്ട് എന്ന് പറയുന്നത് അബ്രഹാമിൽ ചെന്ന് അവസാനിക്കുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതായ ഈ സ്ത്രീ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ബന്ധനത്തിലാണ്. പാരമ്പര്യമുണ്ട്, കുടുംബ പശ്ചാത്തലമുണ്ട്, സമ്പത്തുണ്ട്, മറ്റ് ജീവിത സൗകര്യങ്ങൾ എല്ലാമുണ്ട്. ക്രിസ്തീയത്വത്തിൽ സഭയുടെ പാരമ്പര്യവും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ബന്ധനത്തിലാണോ? ഈ സാഹചര്യത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കുവാൻ കഴിയണം. ഈ സ്ത്രീ എല്ലാ ശാബത്ത് നാളിലും ആരാധനയ്ക്കായി വരുന്നുണ്ട്. 18 വത്സരമായി തുടർച്ചയായി വരികയാണ്. ഇവളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് ആരും അവളിലേക്ക് ദൃഷ്ടിയോടിക്കുന്നില്ല. പക്ഷേ അവളും അബ്രഹാമിൻ്റെ സന്തതിയാണ്. ആ പാരമ്പര്യത്തെ കണ്ടെത്തിയ കർത്താവ് അവൾ ഇങ്ങനെ ബന്ധിതയായിരിക്കുന്നത് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവളായി നിലനിൽക്കുന്നത് ഉചിതമല്ല എന്ന് കണ്ടിട്ട് അവരോട് പറയുകയാണ്, ഇവൾ അബ്രഹാമിൻ്റെ പുത്രിയാണ്. ഇപ്പം വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന അവൾ, ആ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും ബന്ധനാവസ്ഥയിലാകുന്നു. അവളെ വിടുവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പുറന്തള്ളപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് അവരെ വിശ്വാസത്തിൻ്റെ പാരമ്യത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ആരാധനാ സ്വഭാവം, പ്രാർത്ഥനാ സ്വഭാവം, ഇതൊക്കെ നമുക്കുണ്ട്. എങ്കിലും നമ്മളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ സഭയുടെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എങ്കിലും ബന്ധനം എന്നെ ആ യഥാർത്ഥ ജീവിത ശൈലിയിൽ നിന്ന് മാറ്റുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ച് ദൈവവാക്കുകൾ കേട്ട് അത് അനുസരിച്ച് തനിക്കുണ്ടായിരുന്ന സർവ്വതിനെയും വിട്ടു പുറപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അപ്പം ആ പാരമ്പര്യത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ, അവളുടെ ആ
മൂല്യത്തെക്കുറിച്ച്, ആ മൂലം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥ അവൾക്കും കഴിഞ്ഞിട്ടില്ല, അവൾ കൂടി വരുന്ന സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതൊരു ആശയം അതിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് യേശുവിൻ്റെ മനസ്സലിവാണ് ഈ അത്ഭുതത്തിന് കാരണമെന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. ആ പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ മനസ്സലിവും നിയമവും തങ്ങളിലുള്ള ഒരു പ്രതിസന്ധി. കമ്പാഷൻ വേഴ്സസ് ലോ, അല്ലെങ്കിൽ ലീഗലിസവും നിയമവശവും മനസ്സലിവും തങ്ങളിലുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉളവാക്കുകയാണ്. ഈ നിയമമാണ് സംഘാലയ പ്രമാണി അവിടെ എടുത്തു പറയുന്നത്, ശാബത്തിൽ അരുത്. എന്നാൽ ആ നിയമം മനുഷ്യനെ ബന്ധിച്ചിടുവാൻ ഉള്ള ഒന്നല്ല എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. ആ നിയമത്തെ അതിജീവിക്കുന്ന മനസ്സലിവിൻ്റെ ഒരനുഭവം നമ്മളുടെ ജീവിത തലങ്ങളിൽ ഉണ്ടാകണം. മനസ്സലിവ് നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നിയമത്തിൻ്റെ ആക്ഷരികമായ തലങ്ങളെയല്ല, അതിൻ്റെ ആന്തരിക ആത്മാവിനെ നമുക്ക് കണ്ടെത്തിയിട്ട് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. നിയമം എന്തിനു വേണ്ടി? മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ സുഗമമായി നയിക്കുവാൻ തക്കതുവണ്ണം നിയമസംഹിതകൾ ക്രമീകരിച്ചിരിക്കുന്നു. ആ നിയമസംഹിതകൾ മനുഷ്യനെ ബന്ധനത്തിലാക്കുകയും അവനോട് ദയവ് കാണിക്കുവാൻ തക്കതുവണ്ണം വിഘാതമായി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ നിയമത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കണമെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. കാരണം മനസ്സലിവാണ് സഹോദര സ്നേഹത്തിൻ്റെ, പരസ്പര കരുതലിൻ്റെ, പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ സൂചകമായി നിൽക്കുന്നത്. എനിക്ക് ഒരാളോട് മനസ്സലിവ് തോന്നുന്നുവെങ്കിൽ അയാളെ ഏതെല്ലാം തരത്തിൽ അയാൾ സഹായത്തിന് അർഹനാകുന്നുവെന്ന് അന്വേഷിക്കുകയും അതിൽ ഞാൻ വ്യാപൃതനാവുകയും ചെയ്യും. നമ്മുടെ നോമ്പിൻ്റെ കാലഘട്ടത്തിലെ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, വയലുകൾ കൃഷിക്കുള്ളതാണ്, നിങ്ങൾ കർഷകരുമാണ്. കർഷകരുടെ ജോലി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ആ കൃഷി ചെയ്യുന്നത് എങ്ങനെയാ? വയലുകൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടല്ല, നിങ്ങൾ വയലുകളിലേക്ക് അതിനെ അന്വേഷിച്ച് ചെന്ന് അവിടെ കൃഷി ഇറക്കുന്നു. അതൊരു പ്രതീകമായി നിർത്തിക്കൊണ്ട് കർത്താവ് പറയുന്നു, ആവശ്യക്കാരൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങൾ കാത്തിരിക്കുകയല്ല, ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് അലിഞ്ഞ് ആവശ്യങ്ങളുമായി സഹകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ 18 വത്സരമായി വന്നിരുന്നവൾ, അവൾക്ക് ഈ ആവശ്യം ഈ 18 സംവത്സരമായി അവളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. ഈ ആവശ്യത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയാത്തതായ ഒരു നിയമസംഹിത, അതിനെ അതിജീവിച്ചിട്ട് ദൈവത്തിൻ്റെ മനസ്സലിവ് ആ ദൈവീക കൃപകളെ അവളിലേക്ക് പകർന്നു കൊടുക്കുവാനും അത് അവളുടെ ബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാനുമായിട്ട് ഇടയായിത്തീർന്നു. അപ്പം നിയമസംഹിതകൾ ആവശ്യമാണ്. എന്നാൽ നിയമസംഹിതകളെ അതിജീവിക്കുന്ന ഒരു മനസ്സലിവിൻ്റെ തലം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഈ കൂനിയായ സ്ത്രീ മനുഷ്യവർഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മളൊക്കെ പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവത്തെങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ നിർവാഹമില്ലാതെ ഇരുന്ന ആ കൂനിൻ്റെ അവസരത്തിൽ അതിൽ നിന്ന് മോചിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ വന്ന് ചെയ്ത പ്രവർത്തനം ഇതാണ്: നിനക്ക് ദൈവത്തെങ്കിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള വഴിയൊരുക്കി നിവർന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി. ആ സ്വാതന്ത്ര്യം ലഭ്യമാക്കുവാൻ നാം നമ്മളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം, ഉയരങ്ങളിലേക്ക് നോക്കണം.
രക്ഷയുടെ നിതാന്തമായിരിക്കുന്ന കുരിശ്, ഇപ്പോൾ പള്ളിയുടെ മധ്യത്തിൽ ആ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്, അതിലേക്ക് നോക്കി യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം. അത് നമ്മളുടെ കൂനിൻ്റെ അനുഭവത്തെ മാറ്റും, ബന്ധനങ്ങളെ അഴിക്കും, ദൈവത്തെങ്കിലേക്ക് ആത്മനിറവിൽ നോക്കി ആരാധന അർപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഒരു ആരാധനാ ശൈലിയിലേക്ക് നാം വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം.